റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒരേ തെളിവുകളിൽ കോടതി സ്വീകരിച്ചത് ഇരട്ട നിലപാടെന്ന് സർക്കാരിന് പ്രോസിക്യൂഷന്റെ നിയമോപദേശം. ഒരേ തെളിവിൽ ആദ്യ 6 പ്രതികളെ ശിക്ഷിച്ച കോടതി അതേ തെളിവിൽ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടു. സംശയത്തിന്റെ ആനുകൂല്യമല്ല 8ാം പ്രതി ദിലീപിന് വിചാരണ കോടതി നൽകിയത്. പ്രോസിക്യൂഷൻ ഉന്നയിക്കാത്ത വാദങ്ങൾ വിധിയിൽ വിചാരണ കോടതി എഴുതിയെന്നും ആക്ഷേപം. പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ പരിഗണിക്കാതെയാണ് കോടതി വിധിയെന്നും നിയമോപദേശം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീലിന് അനുമതി തേടിയാണ് നിയമോപദേശം. ശ്യാം ദേവരാജും റോഷിപ്പാലുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, വളരെ വിചിത്രമായ കാര്യങ്ങളാണ് വിധിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതാണോ പ്രോസിക്യൂഷന്റെ ഇപ്പോഴത്തെ നിലപാട്? പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നത് അപ്പീലിൽ ഇവയെല്ലാം വളരെ പ്രസക്തമല്ലേ ശ്യാം? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അങ്ങനെയാണ്, അതായത് അങ്ങേയറ്റം ഗൗരവതരമായ വിമർശനങ്ങളാണ് പ്രോസിക്യൂഷൻ ഈ വിധിന്യായത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ വിധിന്യായങ്ങളാണ് പ്രോസിക്യൂഷൻ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അത് നിയമോപദേശത്തിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ വിധിയിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾ, ആദ്യ 6 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. മറ്റ് 4 പ്രതികൾ, 8ാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ ഗൂഢാലോചന കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. ഇതിലാണ് സർക്കാരിന് നിയമോപദേശം പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്നത്. ഇതിൽ അപ്പീൽ സാധ്യതയുണ്ട്. അത് ഗൌരവതരമായ ആക്ഷേപങ്ങൾ കൂടി പ്രോസിക്യൂഷൻ അതിന്മേൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്നത് ഒരേ തെളിവുകളിൽ കോടതി സ്വീകരിച്ചത് ഇരട്ട നിലപാടാണ് എന്ന കാര്യമാണ്. അതായത് ആദ്യ 6 പ്രതികൾക്ക് ഒരേ തെളിവുകൾ ആണ് ഈ 10 പ്രതികൾക്കുമെതിരെ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ 6 പ്രതികൾക്കെതിരെ പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു നയം, നിയമപരമായ ഒരു ആശയം സ്വീകരിക്കുമ്പോൾ അതേ ആശയത്തിന് വിരുദ്ധമായ മറ്റൊരാശയം സ്വീകരിച്ച് ഈ മറ്റ് 4 പ്രതികളെ കുറ്റവിമുക്തരാക്കുകയാണ് കോടതി ചെയ്യുന്നത്. ആ രീതിയിലാണ് കോടതിയുടെ വിധിന്യായം എന്നതാണ് ഈ പ്രോസിക്യൂഷന്റെ വിമർശനം. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരേ തെളിവിൽ ആദ്യ 6 പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചു. കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടു എന്നാണ് ഈ ശിക്ഷയ്ക്ക് 6 പ്രതികളെ ശിക്ഷിച്ചതിന് കോടതി നൽകിയ കാരണം. അതായത് ബിയോണ്ട് ദ റീസണബിൾ ഡൌട്ട് എന്നതാണ് അവരെ ശിക്ഷിക്കാൻ, 6 പ്രതികളെ ശിക്ഷിക്കാൻ കോടതി കണ്ടെത്തിയ കാരണം. അതേ തെളിവിൽ മറ്റ് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. പക്ഷെ അവർക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല നൽകിയത്, പകരം മതിയായ തെളിവുകൾ ഇല്ല എന്ന മറ്റൊരു കാരണമാണ്, വൈരുദ്ധ്യാത്മകമായ മറ്റൊരു കാരണമാണ് കോടതി നൽകിയതെന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇതാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ കാരണം. ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുൾപ്പെടെയുള്ള കാരണങ്ങൾ, നിരീക്ഷണങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതാണ് വിചാരണ കോടതിയുടെ ഇരട്ട നിലപാട് എന്നതാണ് പ്രോസിക്യൂഷൻ എത്തിയ നിഗമനം. മാത്രമല്ല, പ്രോസിക്യൂഷൻ വാദത്തിനിടെ നിരവധിയായ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരം വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് പല കാര്യങ്ങളും വിധിയിൽ വിചാരണ കോടതി എഴുതി ചേർത്തു എന്ന കാര്യവും കൂടി, പ്രോസിക്യൂഷൻ ഉന്നയിക്കാത്ത വാദങ്ങൾ എഴുതി ചേർത്തു എന്ന ഗുരുതരമായ മറ്റൊരു വിമർശനവും കൂടി പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പ്രോസിക്യൂഷൻ തെളിവുകളുടെ കാര്യത്തിലടക്കം, വാദത്തിന്റെ കാര്യത്തിൽ അങ്ങനെയെങ്കിൽ തെളിവുകളുടെ കാര്യത്തിലും പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ പരിഗണിക്കാതെയാണ് കോടതി 6 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത്. ഒപ്പം 4 പ്രതികളെ, 8ാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ ഗൂഢാലോചന കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കുന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ മറ്റൊരു വിമർശനവും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കെതിരെ അപ്പീലിന് വലിയ സാധ്യതയുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തുന്നത്. ഒപ്പം ഇതിൽ ഈ നിയമോപദേശം സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിയമോപദേശം ലഭ്യമാകുന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ സർക്കാർ അപ്പീലിനുള്ള അനുമതിക്കായുള്ള തീരുമാനമെടുത്തേക്കും. റോഷിപാൽ നമുക്കൊപ്പം കൂടി തുടരുന്നുണ്ട്. റോഷി, ഈ കുറ്റകൃത്യം നടന്നു, പക്ഷേ കുറ്റകൃത്യത്തിന് കാരണമില്ല. അതാണ് ഇതിൽ വിധി വായിക്കുമ്പോഴുള്ള ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. അപ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ പോയില്ല, എന്നാൽ അതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൾസർ സുനിയെയും ആദ്യത്തെ 6 പ്രതികളെയും ശിക്ഷിക്കുന്നു. ഇതാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. ഇതിൽ പിഴവുകൾ പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നു വിധിയിലെന്നാണോ മനസ്സിലാക്കേണ്ടത് റോഷി? അരുൺകുമാർ, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടിയെ ആക്രമിച്ച കേസിൽ നടത്തിയ വിധി, ആ വിധി വിശദമായി പരിശോധിച്ച ശേഷമാണ് സർക്കാരിന് എന്തുകൊണ്ട് ഈ വിധിയിൽ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാം എന്ന കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച നിയമോപദേശം നൽകിയത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതിൽ ഇരട്ട നിലപാട് കോടതി സ്വീകരിച്ചുവെന്ന്. ആ വിധിയിൽ അത് പരിശോധിച്ചതിന് ശേഷമാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്, ആദ്യത്തെ 6 പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവർ കുറ്റം അവരുടെ പേരിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടുവെന്നാണ് ശിക്ഷയ്ക്ക് കാരണമായി കോടതി നിരീക്ഷിച്ചത്. അതേസമയം തന്നെ ഈ കേസിലെ 8ാം പ്രതിയായ ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിടുമ്പോൾ അതിന് കാരണമായി പറയുന്നത് മതിയായ തെളിവുകൾ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയാണ് കുറ്റവിമുക്തമാക്കുന്നത്. ഇത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. അതിന് പുറമെ ഏറ്റവും ഗൗരവമുള്ള ഗുരുതരമായ ഒരു നിരീക്ഷണം, ഈ വിധിയിൽ
നേരത്തെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കാത്ത വാദങ്ങൾ അത് പ്രോസിക്യൂഷന്റെ വാദം എന്ന നിലയിൽ എഴുതി ചേർത്തു എന്ന ഗുരുതരമായ ഒരു വിമർശനം കൂടി ഉണ്ട്. മാത്രവുമല്ല, നേരത്തെ 1500 പേജോളമുള്ള വിധി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അത് എഴുതി നൽകിയതാണ്. ഇടയ്ക്ക് കോടതി എന്താണ് തെളിവെന്ന് ചോദ്യമുയർത്തിയപ്പോഴാണ് പ്രോസിക്യൂഷൻ അക്കമിട്ട് നിരത്തി തെളിവുകൾ അത് എഴുതി നൽകുന്നത്. അങ്ങനെ എഴുതി നൽകിയ തെളിവുകൾ പരിഗണിക്കപ്പെട്ടില്ല. അത് 6 പ്രതികൾക്കെതിരെ മാത്രം ആ തെളിവുകൾ പരിഗണിക്കുകയും മറ്റ് 4 പ്രതികൾക്കെതിരെ ആ തെളിവുകൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ട നിലപാട് എന്ന പരാമർശമാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുള്ളത്. ഏതായാലും പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിൽ സർക്കാർ ഇന്ന് തന്നെ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള അനുമതി നൽകും. നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതാണ് അപ്പീൽ പോകാൻ. അത് സാങ്കേതികപരമായ അനുമതി മാത്രമാണ്. ആഭ്യന്തര വകുപ്പാണ് അനുമതി നൽകേണ്ടത്. മുഖ്യമന്ത്രി ആ ഫയൽ പരിശോധിച്ചു. അത് ഇന്ന് തന്നെ അനുമതി നൽകും. ഏറെ വൈകാതെ തന്നെ അപ്പീൽ നൽകാൻ തന്നെയാണ് തീരുമാനം. ജനുവരി ആദ്യ വാരമായിരിക്കും. കാരണം ഹൈക്കോടതി ഇപ്പോൾ അവധിക്ക് പിരിയുകയാണ്. കോടതി തുടങ്ങുമ്പോൾ ആദ്യ ദിവസം തന്നെ അപ്പീൽ കോടതിയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനമാണ് പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്നത്. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ശ്യാം ദേവരാജ്.